ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഫാമിലെ വിശേഷങ്ങൾ ഓരോന്നോരോ കുറേ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് താമര കണ്ടോ, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം, അതായത് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലവർ എന്ന് ചോദിച്ചാൽ താമര കേട്ടോ. അപ്പോൾ താമര എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ഏറ്റവും കുഞ്ഞിലെ ഞാൻ വരച്ച് പഠിച്ചത് താമര തന്നെ. അപ്പോൾ ലക്ഷ്മി ദേവി ഇങ്ങനെ താമരയിലിരിക്കണം. അപ്പോൾ ആ താമര എന്തൊരു വലിയ താമരയാണ്, അതിനിങ്ങനെ നോക്കിയിരിക്കും ഞാൻ. ഇത്ര പോകുന്ന താമരയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കും. പിന്നെ എനിക്ക് ഈ കുട്ടികളൊക്കെ ചിലവർ സ്കൂളിലൊക്കെ കൊണ്ടുവരും, ആമ്പലാണ് കേട്ടോ, താമരല്ല ഇതേപോലത്തെ. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ മണത്തിട്ട്, അപ്പോൾ നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഇതിന് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇത് താമര രൂപത്തിലുള്ളതാണ് വലുത്, മറ്റേതൊക്കെ ആമ്പലാണ് കേട്ടോ. അങ്ങനെ ആമ്പലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താവട്ടെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചേട്ടൻ്റെ അടുത്ത്, ഇങ്ങനെ എനിക്ക് നമുക്ക് താമര നടാം, അവിടെ ആമ്പലുണ്ടാക്കുക. ആമ്പൽ കിട്ടിയാൽ താമര കിട്ടിയില്ല, വിത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് മുളപ്പിക്കാൻ വെച്ചിട്ട് ഒരെണ്ണം മുളച്ചു, പിന്നെ മുളച്ചിട്ടില്ല. ബാക്കി ഒന്നും കൂടെ ഉരച്ചിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് ലീക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അതൊക്കെ വറ്റിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയണത് കേട്ടോ. അപ്പോൾ ചാണകം ഫുള്ളായിട്ട് നിറയ്ക്കുക. ഫുള്ളാന്ന് വെച്ചാൽ ഒരു 2 തട്ട്, അടിയിലത്തെ തട്ടിൽ ചാണകം കുറച്ച്, പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണ്, അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ചാണകം ഇങ്ങനെ ഇടുക, അതിൻ്റെ ഒരു കറുപ്പ് കളറ് കാണില്ലേ, അത്ര വരെ ചാണകം ഇടും കേട്ടോ. അപ്പോൾ ഇതിന് ഫില്ലിങ്ങിന് വ്യത്യാസമുണ്ട്. മുമ്പ് എനിക്ക് താമര കിട്ടിയിട്ട് താമരയുടെ ഇത് കിട്ടി ശരിക്കും കുഴിച്ചിടാനായിട്ട്. പക്ഷേ എനിക്ക് കുഴിച്ചിടേണ്ട ഇതറിയാതെ കുളത്തിലേക്ക് അങ്ങനെ തന്നെ ഇടുകയും ചെയ്തു. അപ്പോൾ അത് ചീഞ്ഞു പോയി. അത് മണ്ണിൽ കുഴിച്ചിടണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് ഞാനെല്ലാം കാണിച്ചു തരാം. ഇതുപോലെ ചാണകം ഇങ്ങനെ ഇട്ട് ഇപ്പോൾ അതേ 3 എണ്ണത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാണകം. അപ്പോൾ ചാണകം ഇട്ടിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോണത് മണ്ണിടുക എന്നുള്ളതാണ്. മണ്ണ് നല്ല സാധാരണ നമ്മളെ മണ്ണ് അത് ഫില്ല് ചെയ്യും, ഫുള്ളായിട്ടല്ല, കുറച്ചും കൂടെ ഏരിയ. ഇതിൽ ഇപ്പോൾ ചാണകം ഫില്ല് ചെയ്ത് പിന്നെ ഇനി ഇത്ര ഭാഗത്തോളം മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഈ പോട്ടിലെ ഓരോന്നും എടുത്തിട്ട് ഇതിൽ കുഴിച്ചിടുക. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് തണ്ടൽ പ്രശ്നം വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു സഹായം തേടിയത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കാല് കുറച്ച് വിഷയമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആയപ്പോൾ ഞാനിപ്പോൾ ഭാരപ്പെട്ട പണി ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഇവരെയൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കും, ഇവരെ കൂടെ നിന്നിട്ട് ചെയ്യും എല്ലാതും കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഞാനിങ്ങനെ പണിയെടുപ്പിക്കണം, അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ അവരിലൊരാളാവണ ആളത്. പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇനി ഇതിൻ്റെ പിന്നിൽ കിടന്ന് യുദ്ധപ്പെട്ട കേട്ടോ. ഇന്നെന്താ സംഭവിച്ചതെന്ന് അറിയോ ശരിക്കും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതേ കുഴി എടുത്തിട്ട് ഇതുണ്ട്, അതായത് നടാൻ പാകത്തിന് ഇങ്ങനെ എടുത്തു കണ്ടോ. മതി കുഴി. എന്നിട്ട് നമ്മൾ ഈ പോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ആമ്പൽ ഉണ്ടല്ലോ അത് എടുക്കുക. അതിങ്ങനെ തട്ടി എടുക്കുമ്പോൾ അതിങ്ങോട്ട് പോരും കേട്ടോ. ഇനി ഇതങ്ങനെ തന്നെ അതിൽ ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് മണ്ണ് അതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളത് കുഴിച്ചിടേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അറിയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ താമര ഇനത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ ആമ്പൽ പറയുന്ന, എല്ലാം സെയിം തന്നെ, ഫ്ലവേഴ്സ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്, നമ്മൾ നടേണ്ട കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്തിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു വടി വെച്ചിട്ട് കെട്ടി, കാരണം ഇതിൻ്റെ ലീഫ് മുകളിലേക്ക് വരും. താഴത്ത് നമ്മൾ ആമ്പലൊക്കെ ശരിക്കും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി അതിൻ്റെ ഇല ഇങ്ങനെ കെടുക്കും. എന്നിട്ട് പൂവ് ഇങ്ങനെ വെള്ളത്തിനോട് ചേർന്ന് വിരിഞ്ഞ് നിൽക്കണതാണ് ആമ്പൽ. ഇത് ഇത്തിരി മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിനെ കുഴിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു വടി വെച്ചിട്ട് കെട്ടിക്കൊടുത്തുട്ടാ. അതിൻ്റെ അപ്പുറത്ത് മുന്തിരിയുടെ വള്ളീന് മുകളിലേക്ക് പോയിക്കുന്നത്, അത് വടിയല്ല കേട്ടോ. ഞാൻ അടുത്തതും ഇതേപോലെ കുഴിച്ചിടാനായിട്ട് നമ്മളൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ ഇറക്കി വയ്ക്കാം.
കണ്ടോ. പിന്നെ ഇതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊതുകൊക്കെ വന്ന് മുട്ടിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഗപ്പീനെ മേടിച്ചിടുക. അപ്പോൾ കൊതുകിൻ്റെ കൂത്താടി അത് തിന്ന് നശിപ്പിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ വീടിനടുത്ത് ചേർന്നൊക്കെ വയ്ക്കുമ്പോൾ എന്തായാലും കൂത്താടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊതുക്, ഇപ്പോൾ കൊതുകുകളുണ്ടെങ്കിൽ വലിയ ശത്രു. അപ്പോൾ കൊതുകിനെ കൊല്ലാനായിട്ട് കൊതുകിൻ്റെ ലാർവ അതിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ മീനുകൾ തിന്ന് പൊക്കണം. അപ്പോൾ ഇതെങ്ങനെ കുഴിച്ചിടുക കണ്ട ഇങ്ങനെ. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ ഇതൊക്കെ വെച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ. ഇത് ഞങ്ങൾ പഠിച്ചിരുന്ന കോളേജിൽ സെൻറ്റ് ജോസഫിൽ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വരാന്തേനോട് ചേർന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ മുഴുവൻ ഈ റോസ് കളറിലുള്ള താമര, അതിങ്ങനെ ലൈനായിട്ട് വൈറ്റും ഈ റോസും ഇതിന് തന്നെ വൈറ്റും. എന്ത് രസമാണ് നടന്നിങ്ങനെ പോകുമ്പോൾ സൈഡിൽ കൂടെ. അന്ന് എനിക്കിത് കണ്ടിട്ട് കൗതുകം തോന്നിയിട്ടുള്ളതാട്ടോ. അപ്പം ഞാൻ എന്നും ചേട്ടൻ്റെ അടുത്ത് പറയും എനിക്കിത് ഇഷ്ടമാണ് അത് ഇഷ്ടമാണെന്ന് പറയട്ടെ. അപ്പോൾ ഇന്നലെ സർപ്രൈസായിട്ട് ഇത് ഒന്നിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞില്ല. നോക്കുമ്പം ഇവിടേക്ക് എല്ലാ വർഷവും ഈ ഞാറ്റ് വേല സമയത്ത് കുറേ കവുങ്ങ് ഇറക്കും. അങ്ങനെ ഓരോ കവുങ്ങുകൾ നമ്മൾ കുറേ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴാണ് ഇതും കൂടെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ അത് ഇങ്ങനെ ചെരിച്ചെടുക്കണ കണ്ടില്ല, ഒന്ന് കൊട്ടിക്കൊടുത്താൽ ചെരിച്ച് ഇങ്ങനെ വരും കണ്ട. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുഴിച്ചിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വെള്ളം ഒഴിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇതിനിപ്പോൾ. സാധാരണ നമ്മൾ ചെടികൾ വളർത്തുന്നതിനെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒന്നാണ്. കാരണം ഇതിന് ഡെയിലി നമുക്ക് നനയ്ക്കൊന്നും വേണ്ട. ഈ വെള്ളം വറ്റാതെ ഒന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരിത്തിരി സ്ലറി എന്തെങ്കിലും ചാണകം ഇങ്ങനെ കലക്കി അതിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് ഫ്ലവറൊക്കെ വന്നോളും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേറെ ഫെർട്ടിലൈസർ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ കൃഷി ഓഫീസറോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും. പക്ഷേ ഞാനിപ്പോൾ ഒരു നാടൻ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യും. ഇത് തന്നെ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു പൂക്കളുണ്ടാവാനായിട്ട്. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്കൊക്കെ നീങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചോദിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താലും പൂവുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് വെള്ളം നിറയ്ക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ ഫില്ലാക്കുക കേട്ടോ. ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട. അതെങ്കിലും പൂക്കളിങ്ങനെ ഉണ്ടായിക്കോളും കേട്ടോ. ഇങ്ങനെ എല്ലാത്തിലും വെള്ളം നിറച്ചു. അങ്ങനെ നമ്മളതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള എന്തൊട്ടൊക്കെയാണ് ജംബോട്ടിക്ക, പിന്നെ എന്തൊട്ട് പറയുക, ഗംലസ്, പ്ലാവ്, അതിവിടെ കുറേ പ്രാവശ്യം വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുറേ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് റവ ദോശയാണ്. അപ്പോൾ റവ 1 കപ്പ്, അരിപ്പൊടി 3/4 കപ്പ് എടുത്തു, ആട്ട 3 ടേബിൾ സ്പൂൺ, ഉപ്പ് 3 ടേബിൾ സ്പൂൺ എടുക്കുക, പിന്നെ ജീരകം, പിന്നെ മുളക് ഉണക്കമുളകാണെങ്കിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തൈര് വേണം. അത് 2 ടേബിൾ സ്പൂൺ മതി. ആവശ്യത്തിന് കായം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക. അതായത് ഇന്നലെ ഒരു കണക്കൂട്ടലില്ലാണ്ട് ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. തലേദിവസം ഒരു കണക്കൂട്ടലില്ലാണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ എണീറ്റിട്ട് തപ്പി പിടിക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റവ ദോശ എന്ന് പറഞ്ഞത്. എന്നാൽ ഭയങ്കര ടേസ്റ്റുണ്ട്. നമ്മളിപ്പോൾ ശരവണ ഭവനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റവ റോസ്റ്റ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ഭയങ്കര ടേസ്റ്റ്. റവയുടെ എല്ലാതും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കായാണ് കേട്ടോ. അപ്പോൾ കുടഞ്ഞിട്ട് കായത്തിൻ്റെ പൗഡർ മതി അതിലിടാനായിട്ട്. എന്നിട്ട് എന്ത് വേണം, എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഓണിയൻ ഇട്ടിട്ട്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കണ്ടോ. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ദോശയുടെ ബാറ്ററും ഇട്ട് ഇത് ഭയങ്കര ലൂസായിരിക്കും. 4.5 കപ്പ് വെള്ളത്തിൽ ഇപ്പോൾ കലക്കി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം 2 കപ്പ് വെള്ളം കൂടെ വീണ്ടും ഒഴിച്ചിട്ട് വേണം ലൂസാക്കിയിട്ട് നമ്മളിത് കോരി ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം, ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കട്ടെ. അപ്പോൾ റവ നമ്മൾ ഏത് റവയായാലും എടുക്കുക. അപ്പോൾ റവ ഒന്ന് വീർത്ത് വരും, വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർന്ന് വരണമെങ്കിൽ ഒരു അരമണിക്കൂർ. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ, ലൂസായിട്ടുള്ളൊരു ബാറ്റർ കണ്ടോ. ഈ ലൂസായിട്ടുള്ള ബാറ്ററാണ് നമ്മളിതിൽ കോരി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ റവ ദോശ ഒഴിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, എന്നിട്ട് ഭയങ്കര ഒരു ശബ്ദം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അവിടെ സീറ്റിലിരിക്കുകയായാലും ഹോട്ടലിൽ ഇത് ഒഴിക്കുന്ന ശബ്ദം നമുക്ക് അവിടെ ഇരുന്നാൽ കേൾക്കാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക.
എന്നിട്ട് കുറച്ചധികം നേരം തന്നെ ഇത് വേവേണ്ടി വരും. നമ്മൾ കരിഞ്ഞു എന്ന് വിചാരിക്കും, കണ്ടില്ല, കരിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ക്രിസ്പി ആയിട്ട് അതിൽ മുമ്പ് എടുക്കാൻ നിന്നാൽ കുളമാവും, കിട്ടില്ല. അതാകെ അടി പിടിച്ച് ഇതാവും. അത് കുറച്ച് നേരം തന്നെ വേണം ഒരു ദോശ ഉണ്ടാക്കി കിട്ടാൻ. മറ്റേ ദോശയുടെക്കാളും ഇരട്ടി സമയം, ഇരട്ടിയിലും കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനുണ്ട്. നിന്ന് കാല് കഴിക്കാം നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുക കേട്ടോ. നല്ല ഫ്ലേവറുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് കാണാം, എല്ലാ ഹോട്ടലിലും കാണാൻ പറ്റും. അത് നമുക്ക് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട, ഇതിൽ ഇത്തിരി ഓണിയൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ട, അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണത്. പിന്നെ ചുട്ടരച്ച ചമ്മന്തി. അപ്പോൾ ഇത് കൂട്ടി അങ്ങോട്ട് കഴിക്കാം. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കഴിച്ചു നോക്കാം. രാവിലെ തന്നെ ദോശ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. കറി കറുത്ത് തന്നെ ഇരിക്കുന്ന ദോശയല്ല, കറി കറുത്തന്നെ എന്നാ. സാധാരണ ടൊമാറ്റോ ചട്നിയാണ് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ മിളക് ചുട്ട് അരച്ച ചമ്മന്തി അത്, അതായത് നമ്മളെ കോൽപ്പുളിയും മിളകും ഒക്കെ കൂടിയിട്ട്. ഇതിൽ ഓണിയൻ ഇട്ടിട്ട് ചെയ്താലും ഭയങ്കര സ്വാദാട്ടാ. ഞാൻ ഓണിയൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കല്ലിൽ ഓണിയൻ ആദ്യം ഇട്ടിട്ട് ഇത് കോരി ഒഴിക്കാന്നുള്ള. നല്ല ദോശയാണ്. ഇനി ഇവിടുത്തെ വേറെ വിശേഷങ്ങളെന്ന് വെച്ചാൽ കുറച്ച് ഓട്സ് പാലിൽ ഇത്തിരി കുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് വയ്ക്കുക. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് അതായിരിക്കും കഴിക്കുക. പിന്നെ പൊടിയരിക്കഞ്ഞി, ചേട്ടന് ചെറുതായിട്ട് വയ്യ, കുറച്ച് ഇതായിട്ട് ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കഞ്ഞി മതി എന്നാണ്. അപ്പോൾ പൊള്ളി കാലത്ത് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് ഞാൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇതുണ്ട്, പല ഫാമിൽ നിന്ന് പലതും വരും ഇവിടെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതേ നെല്ലിപ്പുളി, അപ്പോൾ നെല്ലിപ്പുളി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചാമ്പയ്ക്ക കണ്ട. ഈ സമയത്ത് ചാമ്പയ്ക്ക മധുരം കുറവായിരിക്കും, മധുരം വളരെ കുറവായിരിക്കും ചാമ്പയ്ക്ക. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിച്ച് കഴിക്കും. ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ. അപ്പം ജംബോട്ടിക്കുണ്ട്, റംബുട്ടാനുണ്ട്, അബിയുണ്ട്, പിന്നെന്തുട്ടാ, പിന്നെ വൈറ്റ് ഞാവലുണ്ട്, പിന്നെ മാംഗോസ്റ്റിൻ, പിന്നെന്തുട്ടാ ഗ്രാമ്പൂ, പിന്നെ കവുങ്ങും തൈകൾ, പിന്നെ കുരുമുളക്, പിന്നെ ദേ പപ്പായ, ഗോൾഡൻ കളറിലുള്ള പപ്പായ ഇല്ലേ അത്. ഞാൻ എപ്പോഴോ പറഞ്ഞതാട്ടോ ചേട്ടൻ്റെ അടുത്ത്. ഇത് ഒന്നും ഞാൻ അറിഞ്ഞില്ല, ഇത് പെട്ടെന്ന് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അറിയണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴോ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊന്നിച്ച് ഓർഡർ ചെയ്തിട്ട് സാധനം വന്നപ്പോഴേ ഞാൻ കണ്ടത്. ഇന്ന് എന്തായാലും പണികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ 3 പേര് ഇതിന്, 3 അല്ല 5 പേരുണ്ട്, 5 പേര് ഇതിന്. അപ്പോൾ കവുങ്ങ് ഒരു സെക്ഷൻ വേറെ, ഇത് എനിക്ക് വിട്ട് തന്നിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട്സൊക്കെ. അപ്പം ഞാൻ അതൊക്കെ അതിൻ്റെ പിന്നാലെ ഞാനിപ്പോൾ പോകാൻ പോകും. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.